കോഴിക്കോട്ട് അധ്യാപികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂൾ അധ്യാപിക കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. അലീന സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 5 വർഷമായി ശമ്പളം ലഭിക്കാത്തതിനെ മനോവിഷമത്തിലായിരുന്നു മകൾ എന്ന് പിതാവ് ബെന്നി പറയുന്നു. ഇത്രയും കാലം ജോലി ചെയ്തിട്ട് ഒരു 100 രൂപ ശമ്പളം ഇനത്തിൽ എന്റെ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. 5 വർഷമായി. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുമുള്ള അപാകത കൊണ്ടാണ് എന്റെ കുട്ടി ഈ ഒരു കടുംകൈ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. കോർപ്പറേറ്റ് സ്കൂളില് കോർപ്പറേറ്റ് മാനേജർ താമരശ്ശേരി എഡ്യൂക്കേഷൻ ഏജൻസി കോർപ്പറേറ്റ് അവരെ കീഴിലുള്ള സ്കൂളാണ്. വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ സ്കൂളിലെ അധ്യാപകർ 3000 രൂപ മാസം കൊടുത്തിട്ടാണ് കോടഞ്ചേരി LP സ്കൂളിൽ പോകുന്നത്. കാരണം ഞാനൊരു കർഷകനെ, എനിക്ക് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ കാശ് ചോദിക്കാറുമില്ല. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാവുന്നത്? ഈ ശമ്പളം കിട്ടാത്തതിലെ മനോവിഷമം ഉണ്ടായിരുന്നുവെന്ന് ഈ ആത്മഹത്യ ചെയ്തയാളുടെ പിതാവ് പറയുന്നു. എന്താണ് കുടുംബം പറയുന്നത് സമീർ? ശ്രീജിത്ത്, അധ്യാപികയെ ഇന്ന് സ്കൂളിലേക്ക് കണ്ടിരുന്നില്ല. തുടർന്ന് സ്കൂൾ അധികൃതരാണ് അധ്യാപികയെ അന്വേഷിച്ചത്. ആ വേളയിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് വീടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. 29-കാരിയായിട്ടുള്ള അലീന ബെന്നിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ടാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഇവർ അധ്യാപികയെ ജോലി ചെയ്തു വരികയാണ്. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയാണ് ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നത്. നേരത്തെ അവർ ജോലി ചെയ്തിരുന്നത് കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിലായിരുന്നു. അവിടെ 4 വർഷവും പിന്നീട് ഇപ്പോഴത്തെ സ്കൂളിൽ 5 വർഷവുമായാണ് അവർ ജോലി ചെയ്യുന്നത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള ഈ സ്കൂളുകളിൽ ജോലി ചെയ്തിട്ട് ഇതുവരെയായിട്ടും അവർക്ക് 1 രൂപ പോലും ശമ്പളമായി ലഭ്യമായിട്ടില്ല. അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തില്ല. ഇത് ഇവിടെ എയ്ഡഡ് സ്കൂളാണ്. ഇവിടേക്ക് 13 ലക്ഷം രൂപ നൽകിയാണ് അവർ ജോലി നേടിയത്. പക്ഷേ അവരെ സ്ഥിരപ്പെടുത്താനോ അവർക്ക് അധ്യാപിക എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനോ ഒന്നും തന്നെ അധികൃതർ തയ്യാറായില്ല. അതിൻ്റെ വലിയ മനോവിഷമം ഇവർക്ക് ഉണ്ടായിരുന്നു. ആ മനോവിഷമത്താലാണ് ഇത്തരമൊരു കടുങ്കൈ അവർ ചെയ്തത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അലീനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ രാവിലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. തുടർ നടപടികളുമായിട്ട് കുടുംബം മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കുടുംബം മുന്നോട്ട് വെക്കുന്നു. 5 വർഷമായി തൊഴിലെടുത്തിട്ടും ഒരു വിധത്തിലുമുള്ള പണം അവർ നൽകിയില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ പിതാവ് ഉന്നയിക്കുന്നത്. റിജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശമ്പളം കിട്ടാത്തതാണ് ഇങ്ങനെ ഈ അധ്യാപിക ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഇവരുടെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.